നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ പരാജയത്തിന് ശേഷം നിശബ്ദനായിരുന്നു പി.വി. അൻവർ. അൻവർ എവിടെ പോയി ഒളിച്ചു എന്ന ചോദ്യം ഉയരുന്നതിനിടയിലാണ് കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ എം.എൽ.എയുടെ പരാമർശങ്ങൾ വന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതാണ് പരാജയ കാരണമെന്ന് പ്രവീൺകുമാർ തുറന്നടിച്ചതോടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പി.വി. അൻവർ രംഗത്ത് വന്നു. ചേർത്തു പിടിക്കേണ്ടവരായാൽ താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും പാളയത്തിലെ ഈ പിന്നിൽ നിന്നുള്ള കുത്താണ് തന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ എം.എൽ.എ ബേപ്പൂരിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗവും അദ്ദേഹം പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. ചതിച്ചതാര്? ചന്തു തന്നെ. മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് കുറിച്ചുകൊണ്ടാണ് അൻവർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും തന്നെ വിജയിച്ചപ്പോൾ ചേർത്തു നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ആരോപിക്കുന്നു. പിണറായിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ സ്വന്തം ജീവനും സമ്പത്തും വകവയ്ക്കാതെ താൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് മുന്നണിക്ക് വലിയ കരുത്തായതെന്ന് അൻവർ അവകാശപ്പെടുന്നു. എന്നാൽ സ്ഥാനമാനങ്ങൾ സ്വപ്നം കണ്ട ചിലരുടെ നീക്കങ്ങളും പാളയത്തിലെ ചതിയും തനിക്ക് വലിയ വേദനയുണ്ടാക്കി. ചേർത്തു പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയാൻ ജാള്യതയുള്ളതുകൊണ്ടാണ് നിശബ്ദനായി പിൻവാങ്ങിയതെന്നും അദ്ദേഹം കുറിച്ചു. രാവും പകലും വ്യത്യാസമില്ലാതെ തന്നോടൊപ്പം പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമുള്ള നന്ദിയും കടപ്പാടും എന്നും മനസ്സിലുണ്ടാകുമെന്നും പറഞ്ഞാണ് അൻവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ബേപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ എം.എൽ.എ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിലും യു.ഡി.എഫിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന എം.എൽ.എമാരുടെ സ്വീകരണ പരിപാടിയിലാണ് ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് പ്രവീൺകുമാർ തുറന്നടിച്ചത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയില്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിലും യു.ഡി.എഫിന് വിജയിക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ബേപ്പൂരിൽ മുന്നണിയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളായ കോണിയിലോ കൈപ്പത്തിയിലോ ഒരു സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്ന് പ്രവീൺകുമാർ വ്യക്തമാക്കി. പാർട്ടി ചിഹ്നമില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചതാണ് ബേപ്പൂരിലെ പരാജയത്തിന് പ്രധാന കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നിലവിൽ യു.ഡി.എഫുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന പി.വി. അൻവർ സ്വതന്ത്രനായി മത്സരിച്ചതാണ് തിരിച്ചടിയായതെന്ന വിലയിരുത്തലാണ് ഡി.സി.സി നേതൃത്വം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ പരാജയത്തിനു ശേഷം അൻവർ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. എവിടെ പോയി അൻവർ എന്ന ചോദ്യങ്ങളായിരുന്നു എല്ലായിടത്തും ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വന്നത്.